നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് MVVM ആർക്കിടെക്ചറാണ്. MVVM ആർക്കിടെക്ചറിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തതാണ്. അത് ചെയ്തിട്ട് കുറേ ആയി, പിന്നീട് സമയം കിട്ടാത്തതുകൊണ്ടാണ് അതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്യാതിരുന്നത്. ഓക്കെ, അതിൻ്റെ ബാക്കി വീഡിയോസാണിത്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ആക്ച്വലി എങ്ങനെയാണ് MVVM നമുക്ക് ഇൻ റിയാലിറ്റി നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് എങ്ങനെയാണ് ആർക്കിടെക്ചർ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബേസിക്കലി നമ്മളുടെ കൗണ്ടർ ആപ്പാണത്. ആൻഡ് എമുലേറ്റർ ഇവിടെ റൺ ആവുന്നുണ്ട്. പ്രോഗ്രാം റൺ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേസിക് കൗണ്ടർ ആപ്പിനെ നമ്മൾ MVVM ആർക്കിടെക്ചറിലേക്ക് മാറ്റി എഴുതുകയാണ്. അപ്പോൾ അത് എഴുതുന്നതിന് മുമ്പേ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് എന്താണ് MVVM ഫോൾഡർ സ്ട്രക്ചർ എന്താണ്, അങ്ങനത്തെ കാര്യമൊക്കെ ബേസിക്കലി ഒരു ധാരണ ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പഴയ വീഡിയോസ് ഒന്ന് റെഫർ ചെയ്യുക. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ബേസിക്കലി അതിൻ്റെ ഒരു ഓവർവ്യൂ ഞാനിവിടെ പറയുന്നുണ്ട്. അതല്ല, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ വീഡിയോസ് റെഫർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ എന്താണ് MVVM ആർക്കിടെക്ചർ എന്ന് നോക്കാം. MVVM എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ആൻ ആർക്കിടെക്ചറൽ പാറ്റേൺ. ഫ്ലട്ടറിൽ പലതരത്തിലുള്ള ആർക്കിടെക്ചറൽ പാറ്റേൺസ് നമുക്ക് ഉപയോഗിക്കാം. അതിൽ ബേസിക്കലി നമ്മളിപ്പോൾ കഴിഞ്ഞ നമ്മളുടെ API സീരീസിലൊക്കെ നമ്മൾ ഉപയോഗിച്ചത് MVC പാറ്റേൺ ആണ്. ദാറ്റ് മീൻസ് നമുക്കൊരു മോഡൽ ക്ലാസ് കാണും, ദെൻ യു ഹാവ് എ സർവീസ് ക്ലാസ്, ദെൻ യു ഹാവ് ദ വ്യൂ. ആൻഡ് വ്യൂ സ്റ്റാൻഡ്സ് ഫോർ ദ ആക്ച്വൽ UI, അല്ലെങ്കിൽ നമ്മളെ സ്ക്രീൻസിനാണ് വ്യൂ എന്ന് പറയുന്നത്. സർവീസ് ക്ലാസ്സിനകത്ത് നമുക്ക് എന്തുണ്ടായിരിക്കും, വി ഹാവ് ദ ലോജിക് അല്ലെങ്കിൽ ബിസിനസ് ലോജിക് ഉണ്ടായിരിക്കും. ഇതിലായിരിക്കും നമ്മൾ APIs ആണെങ്കിൽ APIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സർവീസ് ക്ലാസ്സിലാക്കി എഴുതുന്നത്. ദെൻ മോഡൽ ഈസ് ആക്ച്വലി ഹൗ യുവർ ഡാറ്റ ലുക്സ് ലൈക്ക് എന്നുള്ളതാണ് എന്ത്, അല്ലെങ്കിൽ നമ്മളെ ഡാറ്റയെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ മോഡൽ ക്ലാസ്സിലുണ്ടാവുക. ഓക്കെ, ഇതാണ് നമ്മളുടെ MVC പാറ്റേൺ. ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് കൂടി ഹെഡായിട്ടുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആർക്കിടെക്ചറാണ് എന്ത്, MVVM എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു MVVM, ഇതാണ് MVVM. ഓക്കെ, ഇതിൽ M സ്റ്റാൻഡ്സ് ഫോർ ഒബ്വിയസ്ലി ഇറ്റ്സ് മോഡൽ ആൻഡ് മോഡൽ, ദെൻ യു ഹാവ് ദ വ്യൂ, ദെൻ യു ഹാവ് ദ വ്യൂ മോഡൽ. ഇതാണ് നമ്മളുടെ ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ആർക്കിടെക്ചറൽ പാറ്റേൺ ആണ്. ദാറ്റ് മീൻസ് എവറി ആർക്കിടെക്ചറൽ പാറ്റേൺ ഈസ് ഫോർ സെപ്പറേറ്റിംഗ് യുവർ കോഡ് ബേസ് ഇൻ ടു കമ്പോണൻറ്റ്സ്. ലൈക്ക് ഇവിടെ നമ്മൾ മെയിൻലി 3 കമ്പോണൻറ്റ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന് മോഡൽ എന്നുള്ളത്, ദെൻ വ്യൂ, ദെൻ യു ഹാവ് വ്യൂ മോഡൽ. ആൻഡ് എന്തിനായിരിക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്, ആൻഡ് ഇവിടെ നമ്മൾ സെപ്പറേഷൻ എന്ന് പറയുന്നത് എവറി പാറ്റേൺ, ഏത് ആർക്കിടെക്ചറൽ പാറ്റേൺ ആണെങ്കിലും അതിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒന്ന് ഇതാണ്, മെയിൻറ്റെയിനബിലിറ്റി ആണ്. ദെൻ വേറൊന്ന്, ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് എ ടൈപ്പോ. ഓക്കെ, മെയിൻറ്റെയിനബിലിറ്റി. ദെൻ യു ഹാവ് ടെസ്റ്റബിലിറ്റി. ഒബ്വിയസ്ലി നമ്മളെ കോഡ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ദെൻ പിന്നുള്ളത് സ്കെയിലബിലിറ്റിയാണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു സിമ്പിൾ കൗണ്ടർ ആപ്പാണ്. പക്ഷേ ആക്ച്വലി മേ ബി ഇൻ റിയാലിറ്റി നമ്മളൊരു ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മളെല്ലാം കൂടി ഇത്തരം ആർക്കിടെക്ചറൽ പാറ്റേൺ ഒന്നും ഇല്ലാണ്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ എവറിത്തിങ് ഈസ് ഒരു ജങ്ക് ഓഫ് കോഡായിരിക്കും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, ടെസ്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ ആപ്പ് സ്കെയിൽ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ എന്ത് വരും, അപ്പോൾ അത് മാനേജ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ആപ്പ് അല്ലെങ്കിൽ നമ്മളുടെ കോഡ് ബേസ് ഗ്രോ ചെയ്യുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്നത്, ഈ പറയുന്ന ആർക്കിടെക്ചറൽ പാറ്റേൺസ് ഉപയോഗിക്കുന്നത്. അതിലൊന്നാണ് MVVM എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മളിത് സാധാരണ ഉപയോഗിക്കുന്നത് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ് ഡെവലപ്മെൻറ്റിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ യൂസ് ദിസ് ആർക്കിടെക്ചറൽ പാറ്റേൺ. ആൻഡ് ഇനി നമ്മളിതിൽ നോക്കുന്നത് എന്താണ് മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. മോഡൽ, ഓക്കെ, ഞാൻ കുറച്ച് തിയറി പറയുന്നുണ്ട്, ബിക്കോസ് ഒരു തിയറിറ്റിക്കൽ ബേസ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതിലാണ് ഞാൻ കുറച്ച് ലെക്ചറിങ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് ബോറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഓക്കെ, മോഡൽ എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഡാറ്റ ആൻഡ് മേ ബി ദ ബിസിനസ് ലോജിക്. നമ്മളുടെ ബിസിനസ് ലോജിക് എന്നുള്ളതായിരിക്കും നമ്മളുടെ മോഡൽ ക്ലാസ്സിലുണ്ടാവുക. ദെൻ വ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, ഇറ്റ് ഈസ് യുവർ UI. ആക്ച്വലി വ്യൂ എന്ന് പറയുന്നത് നമ്മളുടെ എന്താണോ യൂസർ കാണുന്നത് അതായിരിക്കും UI എന്ന് പറയുന്നത്, യൂസർ ഇൻ്റർഫേസ്. ആൻഡ് ഒബ്വിയസ്ലി ഇനി ഈ വ്യൂ മോഡൽ എന്ന് പറയുന്നത്, വ്യൂ മോഡൽ ഈ
മോഡൽ ക്ലാസ്സിൻ്റെയും, അതായത് വ്യൂ മോഡൽ എന്ന് പറയുന്നത് നമ്മളുടെ മോഡൽ ക്ലാസ്സിൻ്റെയും വ്യൂവിൻ്റെയും ഇടയ്ക്ക് അല്ലെങ്കിൽ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഇൻ്റർമീഡിയറി ആണ് എന്ത് ആക്ച്വലി വ്യൂ മോഡൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് മാനേജസ് എന്തായിരിക്കും അപ്പോൾ വ്യൂ മോഡലിൽ ഉണ്ടായിരിക്കുക? വ്യൂ മോഡലിനകത്ത് ഉണ്ടാക്കിയ ബേസിക്കലി ഉണ്ടായിരിക്കുക വ്യൂ മോഡൽ ഈസ് റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് യുവർ സ്റ്റേറ്റ് ആൻഡ് ലോജിക് ഓഫ് ദ യു ഐ. യു ഐ ഇൻട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസർ ഇൻട്രാക്ട് ചെയ്യുന്നത് ആരോടായിരിക്കും? വ്യൂ മോഡലിനോടായിരിക്കും. വ്യൂ മോഡലായിരിക്കും എന്ത് ചെയ്യുന്നത്, പിന്നീട് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ലോജിക്ക് ട്രിഗർ ചെയ്യുന്നത്. ആ ലോജിക്ക് അനുസരിച്ച് കിട്ടുന്ന ഡാറ്റയെ നമ്മളുടെ ഡാറ്റ റെപ്രസെൻറ്റേഷനിലേക്ക്, അത് മോഡൽ ക്ലാസ്സിലേക്ക് മാറ്റുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും? ഈ വ്യൂ മോഡൽ ക്ലാസ് ആയിരിക്കും. അപ്പോൾ വ്യൂ മോഡൽ ഈസ് ആക്ച്വലി ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ യുവർ വ്യൂ ആൻഡ് യുവർ മോഡൽ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഐ വിൽ ഗോ ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്ന് പിന്നീട് ഭാവിയിൽ നോക്കാം. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ ഓരോരോ കമ്പോണൻസ് പറഞ്ഞു. മോഡലിനകത്ത് എന്തുണ്ടായിരിക്കും? മോഡലിന് എന്തുണ്ടായിരിക്കും? ഇറ്റ് മോഡൽ റെപ്രസെൻറ്റ്സ് എ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ദ ബിസിനസ് ലോജിക് ഓഫ് യുവർ ആപ്പ്. ദെൻ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിഫൈൻസ് ദ സ്ട്രക്ചർ ഓഫ് ദ ഡാറ്റ, ഇറ്റ് എൻകാപ്സുലേറ്റ്സ് യുവർ ഡാറ്റ ആൻഡ് ദ ലോജിക്. Then other domain entities. Okay, I will get that into detail. Then obviously there is a service class. Then service class എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും ഉണ്ടാവുക? സർവീസ് ക്ലാസ്സിനകത്തായിരിക്കും എന്തുണ്ടാവുക? ദ ആക്ച്വൽ ബിസിനസ് ലോജിക് റിസൈഡ്സ്. നമ്മളുടെ ബിസിനസ് ലോജിക്ക് കിടക്കുന്നത് ഈ സർവീസ് ക്ലാസ്സിനകത്തായിരിക്കും. ആൻഡ് സംടൈംസ് നമ്മുടെ API ഇൻട്രാക്ഷൻസ് അങ്ങനത്തെ കാര്യമൊക്കെ വരുന്നത് എവിടെയായിരിക്കും? ഈ സർവീസ് ക്ലാസ്സിനകത്തായിരിക്കും. ദെൻ കോംപ്ലക്സ് ഓപ്പറേഷൻസ്, കാൽക്കുലേഷൻസ്, എക്സ്റ്റേണൽ API ഇൻട്രാക്ഷൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെയായിരിക്കും? നമ്മൾ സർവീസ് ക്ലാസ്സിനകത്തായിരിക്കും. ദെൻ ദർ ഈസ് വൺ മോർ തിങ് ഈസ് ദ റെപ്പോസിറ്ററി എന്ന് പറയുന്നൊരു ഒരു ഫോൾഡർ കാണും. റെപ്പോസിറ്ററിക്കകത്ത് എന്തായിരിക്കും ഉണ്ടാവുക? റെപ്പോസിറ്ററി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്ഷൻ ലെയർ ദാറ്റ് ഇൻട്രാക്ട്സ് വിത്ത് യുവർ ഡാറ്റ സോഴ്സ്. അതായത് റെപ്പോസിറ്ററി നോർമലി ഉണ്ടായിരിക്കും. റെപ്പോ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. റെപ്പോസിറ്ററി മീൻസ് സം എക്സ്റ്റേണൽ, അല്ലെങ്കിൽ നമ്മളുടെ കോഡല്ലാതെ നമ്മൾ എക്സ്റ്റേണലി സം റെപ്പോസിറ്ററിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക? ഈ റെപ്പോസിറ്ററിയിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി അത്തരം ഇൻട്രാക്ഷൻസ് ആണ് എന്ത്, നമ്മുടെ APIയിൽ നിന്നും ഡാറ്റ എടുക്കുന്നത്, നമ്മളുടെ ലോക്കൽ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ എവിടെയായിരിക്കും ഉണ്ടാവുക? ഈ റെപ്പോസിറ്ററി ക്ലാസ്സിനകത്തായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കൗണ്ടർ ആപ്പിൽ റെപ്പോ അല്ലെങ്കിൽ APIs ഒന്നുമില്ല. പക്ഷേ എന്തായാലും ഞാനൊരു റെപ്പോസിറ്ററി ക്ലാസ് എഴുതുന്നുണ്ട്. ഒരു വിർച്വലി നമുക്ക് ഈ പിന്നീട് നമ്മൾ APIs ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ റെപ്പോസിറ്ററി ക്ലാസ് അതിനകത്ത് എഴുതുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ യുവർ സർവീസ് ക്ലാസ് ആൻഡ് വ്യൂ മോഡൽ. വ്യൂ മോഡലിൻ്റെയും സർവീസ് ക്ലാസ്സിൻ്റെയും ഇടയ്ക്കായിരിക്കും ആര് നിൽക്കുന്നത്? നമ്മളുടെ റെപ്പോസിറ്ററി ക്ലാസ് നിൽക്കുന്നത്. ഓക്കെ, ദെൻ ഇനിയുള്ളത് ഒബ്വിയസ്ലി നമുക്ക് വ്യൂ മോഡൽ ഉണ്ട്. വ്യൂ മോഡൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സ്റ്റേറ്റ്, ലോജിക്ക് അങ്ങനത്തെ കാര്യമൊക്കെ എന്ത് ചെയ്യുന്നത്? ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ വ്യൂ ഇസ് ആക്ച്വലി യൂസർ ഇൻ്റർഫേസ്. ഇതായിരിക്കും നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ഇതിൻ്റെ ഒരു അബ്സ്ട്രാക്ഷൻ. എന്താണ് MVVM എന്നുള്ളത്? ഇനി നമ്മൾ നോക്കുന്നത് ഒബ്വിയസ്ലി നമ്മളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു LIB ഫോൾഡർ കാണും. അതിനകത്ത് നമുക്ക് ആകെ കിട്ടുന്നത് എന്തായിരിക്കും? main.dart ആയിരിക്കും. ആൻഡ് ഒബ്വിയസ്ലി യു ക്യാൻ റൈറ്റ് എവറിത്തിങ് ഓൺ ദിസ് main.dart. ബട്ട് ഇതിൻ്റെ ഡ്രോബാക്ക് നമുക്കറിയാം, ഇത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ സ്കെയിലബിലിറ്റി പോസിബിൾ അല്ല, ടെസ്റ്റബിലിറ്റി ഉണ്ടായിരിക്കില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ മെയിൻറ്റെയിനബിലിറ്റി കുറവായിരിക്കും ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ. ലിറ്ററലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾക്ക് തരുന്ന ആ ബേസ് കൗണ്ടർ ആപ്പിനകത്ത് നോക്കിയാൽ തന്നെ കാണാം എവറിത്തിങ് ഈസ് റിട്ടൺ ഓൺ ദിസ് main.dart. ഓക്കെ, സോ ഓൾ ആപ്പ് നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇൻ റിയാലിറ്റി നമ്മൾ അങ്ങനെ ആയിരിക്കില്ല ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കമ്പോണൻസ് ആക്കിയിട്ടും അല്ലെങ്കിൽ ഫോൾഡേഴ്സ് ആക്കിയിട്ടും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ബേസിക്കലി ഒരു ആപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോൾഡർ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ MVVM ആർക്കിടെക്ചറിലെ ഫോൾഡർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും? Then you can have something like this. You have a model folder and inside that you have models.dart. Then you have, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഈ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. Then you have a service folder or services, and here comes your services.dart or service.dart. Then you have a repository and ഇവിടെ എന്തുണ്ടായിരിക്കും? repository.dart. Then you have the view model and here comes the view model.dart. Okay, then obviously you have the
വ്യൂ കണ്ടെയ്ൻസ് യുവർ ബേസിക്കലി വ്യൂ ഡോട്ട് ഡാർട്ട്. ആൻഡ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതുകയാണ്. then ഇതിനകത്ത് വേറെയും ഫോൾഡേഴ്സ് കാണും, വിഡ്ജറ്റ്സ് കാണും, അതായത് ഈ വ്യൂവിന് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഡിഫറെൻറ്റ് കമ്പോണൻസ് കാണും. ഈ രീതിയിലായിരിക്കും എന്തുണ്ടായിരിക്കുക, ഇതിൻ്റെ ഒരു ഫോൾഡർ സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഫോൾഡർ സ്ട്രക്ചർ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആകെ LIBയിൽ മെയിൻ ഡോട്ട് ഡാട്ട് ആയിരിക്കും. നമ്മൾ വി ഹാവ് ടു ക്രിയേറ്റ് ദിസ് ഫോൾഡർ സ്ട്രക്ചർ. ആൻഡ് പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ബേസിക് കൗണ്ടർ ആപ്പാണ്, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എല്ലാതും ഒരൊറ്റ റൂട്ട് ലെവലിൽ LIBയുടെ ഉള്ളിൽ മോഡൽ ഫോൾഡർ, സർവീസ്, റെപ്പോസിറ്ററി, വ്യൂ മോഡൽ, വ്യൂ എന്ന് പറഞ്ഞ് ഫോൾഡേഴ്സ് ഉണ്ടാക്കി അതിൽ ഫയൽസ് ഓർഗനൈസ് ചെയ്യാം. പക്ഷേ ഒരു ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്. ലൈക്ക് ഫീച്ചർ വൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഫീച്ചർ 1 ഉണ്ട്. ഫീച്ചർ 1 ഈസ് യുവർ ഓത്ത് ഫീച്ചറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനൊരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി. ആൻഡ് ഇത് ഈ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്, LIBയിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടാക്കി. അതിൻ്റെ ഉള്ളിൽ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് അനദർ ഫോൾഡർ കോൾ ഓത്ത്. ഇനി ഓതുമായി ബന്ധപ്പെട്ട മോഡൽ, സർവീസ്, റെപ്പോസിറ്ററി, then your view model, then obviously you have the view. Okay, then suppose you have another feature. ഇനി നമുക്ക് വേറൊരു ഫീച്ചർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓത്ത് കഴിഞ്ഞു, ഇനി നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഇതിനകത്ത് എന്തുണ്ട്, പേയ്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. പേയ്മെൻറ്റ് ഒരു ഫീച്ചറാണ്. അപ്പോൾ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട മോഡൽ, സർവീസ്, റെപ്പോ, ദെൻ വ്യൂ മോഡൽ, ആ രീതിയിൽ എന്ത് ചെയ്യും, ആ രീതിയിൽ നിങ്ങൾക്ക് എഗെയിൻ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഐ ബേസിക്കലി ഫോളോ ദിസ് സ്ട്രക്ചർ. വലിയ ആപ്സ് ചെയ്യുമ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഐ ജസ്റ്റ് ക്രിയേറ്റ് എ ഫീച്ചേഴ്സ് ഫോൾഡർ ആൻഡ് ഇൻസൈഡ് ദാറ്റ് ഫീച്ചേഴ്സ് യു ഹാവ് സബ് ഫോൾഡേഴ്സ്. ഓത്ത് ഇസ് എ ഫീച്ചർ, പേയ്മെൻറ്റ് ഇസ് എ ഫീച്ചർ, കാർട്ട് ഇസ് എ ഫീച്ചർ. സോ അതിലുപയോഗിച്ച മോഡൽ, സർവീസ്, റെപ്പോസ്, വ്യൂ മോഡൽ, ആ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇതിൽ ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്തായിരിക്കും, വി ഹാവ് ടു ക്രിയേറ്റ് ലോഡ് ഓഫ് ഫോൾഡേഴ്സ് ആൻഡ് ഫയൽസ്. കുറേ ഫോൾഡേഴ്സും ഫയൽസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഒരു ചെറിയ സിമ്പിൾ ആപ്പ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, വി ഹാവ് ടു ക്രിയേറ്റ് എ സിമ്പിൾ folders, like simple folder structure like model, service, repository, view model and view inside your LIB folder. Okay, I hope you understand what is a folder structure. And ഒന്നുകൂടി ഇനിയും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് നമ്മളുടെ പ്രൊജക്റ്റിലേക്ക് പോകാം. ഞാൻ ജസ്റ്റ് തിയറി പാർട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഗ്രാജുവലി നമുക്കിത് കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞു പോകാം. Okay, let me minimize this thing and open your Android Studio. I have already created a project called MVVM demo. And ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് എങ്ങനെ ആ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ആൻഡ് എൻ്റെ എമുലേറ്റർ റൺ ചെയ്യുന്നുണ്ട്. ഐ എം ഓൺ എ വിൻഡോസ് മെഷീൻ. ഓക്കെ, ദെൻ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ആണ് ഉപയോഗിക്കുന്നത്. ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ഓക്കെ, ദെൻ നിങ്ങൾക്കിത് VS കോഡിൽ ഉപയോഗിക്കാം, നോ ഇഷ്യൂസ്. Okay, now you have your basic counter app. I am going to delete everything from here. Okay, and we are starting from scratch. Okay, and first we need to import your material package. Okay, and this package is used for all the UI components, and some useful classes and methods are coming from this material package, or you can use Cupertino package. Then ini namukku vendadu obviously ningalku endu venam, you need a main function, and inside your main function you have to call this run app. Run app is responsible for your rendering, അല്ലെങ്കിൽ നമ്മളുടെ സ്ക്രീൻസ് റെൻഡർ ചെയ്യുന്നത് ഈ റൺ ആപ്പാണ്. ഇറ്റ് ഇൻഫ്ലേറ്റ്സ് എ കോഡ്, ഇൻഫ്ലേറ്റ്സ് എ UI. Then you have to create a stateless widget called my app. Okay, that's it. ഇതാണ് നമ്മളുടെ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഫോൾഡർ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ഫോൾഡർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് എന്ത് വേണം, വി നീഡ് എ ഫോൾഡർ കോൾഡ് മോഡൽസ്. ദെൻ വി നീഡ് അനദർ ഫോൾഡർ കോൾഡ് സർവീസസ്. ദെൻ യു നീഡ് അനദർ ഫോൾഡർ കോൾഡ് repository. And actually repository ഇവിടെ ആവശ്യമില്ല, കാരണം വി ആർ നോട്ട് ഗോയിങ് ടു ഇൻറ്ററാക്ട് വിത്ത് എനി എക്സ്റ്റേണൽ APIs ഓർ DB. ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് റെപ്പോസിറ്ററി ആവശ്യമില്ല. പക്ഷേ ഭാവിയിൽ നിങ്ങൾക്ക് റെപ്പോസിറ്ററി വേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് അതിൻ്റെ ഒരു ഡെമോ ആണ് കാണിക്കുന്നത്. ദെൻ ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും, യു ഹാവ് ദ വ്യൂ മോഡൽ ആൻഡ് യു നീഡ് അനദർ ഫോൾഡർ കോൾ ആക്ച്വലി യുവർ വ്യൂ.
Okay, these are the folder structure. And this ഇതിനകത്തൊക്കെ എന്തുണ്ടായിരിക്കും, ആക്ച്വലി കറസ്പോണ്ടിങ് ഫയൽസ് ഈ ഫോൾഡേഴ്സിലായിരിക്കും വരിക. ഓക്കെ, ലെറ്റ് മീ read out something here, scaffold. Okay, and this is your basic code. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് മോഡൽസാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മൾ യു ഐയിൽ യൂസർ ഇൻറ്ററാക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ഫ്ലോ ഇങ്ങനെയാണ്. യു ഐയിൽ യൂസർ എന്ത് ചെയ്യുന്നു, യൂസർ യു ഐയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നു. നമ്മളിവിടെ ഒരു ആഡ് ബട്ടൺ, ആഡ് ഓർ മൈനസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ യു ഐയിലുള്ള കൗണ്ടറിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, ഐദർ ഇൻക്രിമെൻറ്റ് ചെയ്യണം ഓർ ഡിക്രിമെൻറ്റ് ചെയ്യണം. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എന്തുണ്ടായിരിക്കും, കൗണ്ടർ COUNT കൗണ്ടർ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ചെയ്യണം. ഇതാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്. അപ്പോൾ യൂസർ ഇൻട്രാക്ട് ചെയ്യുന്നത് ഈ യു ഐയുമായിട്ടായിരിക്കും. അപ്പോൾ യു ഐ എന്ത് ചെയ്യും, യു ഐ ഈസ് ആക്ച്വലി ഗോയിങ് ടു കോൾ ദ വ്യൂ മോഡലിനെ കോൾ ചെയ്യും. ദെൻ വ്യൂ മോഡൽ എന്ത് ചെയ്യും, റെപ്പോസിറ്ററി ക്ലാസ്സിനെ എന്ത് ചെയ്യും, ട്രിഗർ ചെയ്യും. റെപ്പോസിറ്ററി ആണ് എവിടെ പോകുന്നത്, സർവീസ് ക്ലാസ്സിൽ പോകുന്നു. ആക്ച്വലി സർവീസ് ക്ലാസ്സിനകത്തായിരിക്കും എന്ത് ചെയ്തേക്കുന്നത്, സർവീസ് ക്ലാസ് കണ്ടെയ്ൻസ് ദ ലോജിക്, ബിസിനസ് ലോജിക് ഉണ്ടായിരിക്കുക. ദെൻ അങ്ങനെ കിട്ടുന്ന ലോജിക്കിനെ നമ്മൾ എന്ത് ചെയ്യും, വിൽ കൺവേർട്ട് ദാറ്റ് ഇൻ ടു യുവർ മോഡൽ. ദെൻ എന്ത് ചെയ്യും, ഇതെന്ത് ചെയ്യും, ഈ ഫ്ലോ നേരെ തിരിച്ച് എന്ത് ചെയ്യും, ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ നേരെ തിരിച്ച് എവിടെ വരും, ആരാണോ ചോദിച്ചത് അയാൾക്ക് ഡാറ്റ തിരിച്ച് കിട്ടും. ദിസ് ഈസ് എ ഫ്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മളുടെ കൗണ്ടർ വാല്യൂ ആണ് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ മോഡലിൽ ആകെ ഒരു കാര്യം ഉണ്ടായിരിക്കുള്ളൂ, വി ഹാവ് സംതിങ് കോൾഡ് എ കൗണ്ടർ മോഡൽ ആൻഡ് ഇറ്റ് ഹാസ് ഓൺലി വൺ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ വാല്യൂ, കൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളുടെ കൗണ്ടർ മോഡൽ എഴുതാം. കൗണ്ടർ മോഡലിന് വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഡോട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ മോഡൽ. എന്താണോ മോഡൽ അതിൻ്റെ പേര് ഞാൻ കൊടുത്തു കൗണ്ടർ. ദെൻ ഇതൊരു മോഡൽ ക്ലാസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൗണ്ടർ മോഡൽ എന്ന് ക്രിയേറ്റ് ചെയ്തു. നൗ യു വിൽ ഗെറ്റ് എ കൗണ്ടർ മോഡൽ ഡോട്ട് ഡാർട്ട് ഫയൽ ഹിയർ. ഓക്കെ, സോ യു ക്യാൻ ക്രിയേറ്റ് എ ക്ലാസ് ഹിയർ ആൻഡ് ക്ലാസ് കൗണ്ടർ മോഡൽ. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് എ പ്രോപ്പർട്ടി ഇൻറ്റ് കൗണ്ട്. ഓക്കെ, ദെൻ കൺസ്ട്രക്ടർ എഴുതുന്നുണ്ട് കൗണ്ടർ മോഡൽ. കൺസ്ട്രക്ടറിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പാസ് ചെയ്യുന്നുണ്ട് റിക്വയർഡ്, ഓർ യു ക്യാൻ പാസ് ദിസ് ഡോട്ട് കൗണ്ട് that is equal to 0. Initially the value is 0. Okay, this is your model, and if you are using a user model, യൂസറുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് ഒക്കെ അവിടെ വരും. ഓക്കെ, ആൻഡ് നമ്മൾ എക്സ്റ്റേണൽ എ പി ഐയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇവിടെ എന്ത് വരും, ടു ജേസണും ഫ്രം ജേസണും ഒക്കെ എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. ആൻഡ് വിൽ ലുക്ക് ഇൻ ടു ദാറ്റ് ഇൻ അനദർ വീഡിയോ. എ പി ഐസ് എങ്ങനെയാണ് ഇത് വെച്ച് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നൗ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളത് നമുക്ക് എന്ത് വേണം, യു നീഡ് ടു ഹാവ് എ കൗണ്ടർ സർവീസ്. എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ ലോജിക്ക്, എന്തായിരിക്കും ചെയ്യേണ്ടി വരിക. നമുക്ക് വേണ്ടത് എന്താണോ ലോജിക് എന്ന് പറയുന്ന ഇതാണ്. വാട്ട് ഈസ് എ വാല്യൂ, വാട്ട് ഈസ് ദ കറണ്ട് വാല്യൂ ഓഫ് കൗണ്ടർ. കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ കറണ്ട് വാല്യൂ എന്താണോ, നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ എന്ത് ചെയ്യണം, കറണ്ട് വാല്യൂ +1 ആക്കണം. ഓക്കെ, ഡിക്രിമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞതെങ്കിൽ എന്ത് ചെയ്യണം, കറണ്ട് വാല്യൂ -1 ആക്കണം. ആൻഡ് പ്രൊവൈഡഡ് ഇഫ് ദാറ്റ് ഈസ് 0, കറൻ്റ്ലി ദ വാല്യൂ 0 ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട, ഡു നോട്ട് ഇൻക്രിമെൻറ്റ്, നമുക്ക് എന്ത് ചെയ്യേണ്ട, അതിന് നമുക്ക് ഡിക്രിമെൻറ്റ് ചെയ്യേണ്ട, അതായത് 0യുടെ താഴത്തേക്ക് പോകണ്ടെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ലോജിക്ക്. സോ വി നീഡ് ടു റൈറ്റ് ദാറ്റ് ലോജിക് ഇൻസൈഡ് യുവർ സർവീസ് ക്ലാസ്. സോ ലെറ്റ്സ് ക്രിയേറ്റ് എ ഫയൽ കോൾ കൗണ്ടർ സർവീസ്, counter_service. ഇത് സർവീസ് ക്ലാസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഞാനൊരു _service അപ്പൻഡ് ചെയ്തു. Now inside your counter service you can create a class called counter, COUNTER, counter service. Okay, now ഇവിടെ നമുക്ക് എന്ത് വേണം, രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, one is for incrementing, another one is for decrementing. Then you can have reset if you want.
ഓക്കെ, അതായത് റീസെറ്റ് ബട്ടൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ റീസെറ്റ് ദ വാല്യൂ. ഓക്കെ, ലെറ്റ്സ് റൈറ്റ് ദ ഫസ്റ്റ് വൺ എന്തായിരിക്കും, ഇൻറ്റ് ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് എഴുതി. ഇൻക്രിമെൻറ്റ് വേണമെങ്കിൽ കൗണ്ടർ എന്ന് കൊടുക്കാം, ഇൻക്രിമെൻറ്റ് കൗണ്ടർ. ഓക്കെ, ഇൻക്രിമെൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണ്ടി വരും നമുക്ക് ഐ നീഡ് ടു ഹാവ് ഇൻറ്റ് കറണ്ട് കൗണ്ട്. ദെൻ എന്തായിരിക്കും ഇൻക്രിമെൻറ്റ് റിട്ടേൺ ചെയ്യുക, റിട്ടേൺ കറണ്ട് കൗണ്ട് പ്ലസ് 1 എന്ന് റിട്ടേൺ ചെയ്യണം. ഇതാണ് നമ്മളുടെ ഇൻക്രിമെൻറ്റ് മെത്തേഡ്. ദെൻ ഡിക്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ദെൻ ഡിക്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇൻറ്റ് ഡിക്രിമെൻറ്റ് കൗണ്ടർ. ഓക്കെ, ആൻഡ് ഒബ്വിയസ്ലി ഇവിടെ എന്ത് ചെയ്യണം, യു ഹാവ് ടു പാസ് ദ കറണ്ട് വാല്യൂ, കറണ്ട് കൗണ്ടർ. ഓക്കെ, ആൻഡ് ഇഫ് current counter greater than 0 ആണെങ്കിൽ എന്ത് ചെയ്യണം, you need to return what, current counter minus 1. okay then അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ നമുക്ക് എന്ത് വേണ്ട, else return, you can return a null here. Okay, and ഇത് nullable ആക്കണമെങ്കിൽ you can put an a question mark over there. Okay, and this is your counter service. Then ഇനി നമുക്ക് ഇവിടാണ് ആക്ച്വൽ ലോജിക് ഹാപ്പൻ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ട എന്തായിരിക്കും, നമുക്കൊരു റെപ്പോസിറ്ററി ക്ലാസ് വേണം. സോ ഗോ ടു യുവർ റെപ്പോസിറ്ററി ഫോൾഡർ, ക്രിയേറ്റ് എ ഫയൽ കോൾഡ് counter underscore repository. ആക്ച്വലി ഈ റെപ്പോസിറ്ററി ക്ലാസ് ഇവിടെ ആവശ്യമില്ല, ബിക്കോസ് നമ്മൾ എക്സ്റ്റേണൽ എ പി യുമായിട്ടൊന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇത് നെസസറി ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ എ പി എസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ആവശ്യം വരും. ഓക്കെ, ആൻഡ് ആ കറക്റ്റ് ആർക്കിടെക്ചറൽ പാറ്റേണിൽ പോകണമെന്നുണ്ടെങ്കിൽ. ആൻഡ് ദിസ് ഈസ് കൗണ്ടർ റെപ്പോസിറ്ററി. ഓക്കെ, അപ്പോൾ എന്താണ് റെപ്പോസിറ്ററി നമ്മൾ പറഞ്ഞതാണ്. റെപ്പോസിറ്ററി ഈസ് ആക്ച്വലി ആക്ടിങ് ആസ് എൻ ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ യുവർ സർവീസ് ക്ലാസ് ആൻഡ് യുവർ വ്യൂ മോഡൽ. വ്യൂ മോഡലിൻ്റെയും സർവീസ് ക്ലാസിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഇൻ്റർമീഡിയറി ആണ് ഈ പറയുന്ന റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ റെപ്പോസിറ്ററി എന്ത് ചെയ്യേണ്ടി വരും, സർവീസ് ക്ലാസ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ എന്ത് വേണം, യു നീഡ് ഇൻസ്റ്റൻസ് ഓഫ് കൗണ്ടർ സർവീസ്. സോ യു ക്യാൻ ഹാവ് കൗണ്ടർ സർവീസ് അണ്ടർസ്കോർ സർവീസ് equal to counter service. ഓക്കെ, ദെൻ ഇനി നമുക്ക് വേണ്ടത് എന്തായിരിക്കും, ഇനി നമുക്ക് വേണ്ടത് ഇൻക്രിമെൻറ്റ് മെത്തേഡ് വേണം. ഇൻറ്റ് ഇൻക്രിമെൻറ്റ് കൗണ്ടർ. ഓക്കെ, ദെൻ ഇവിടെ നമുക്ക് വേണ്ടത് ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ എന്ത് വേണ്ടി വരും, വാട്ട് ഈസ് എ കറണ്ട് വാല്യൂ, ഇൻറ്റ് കറണ്ട് കൗണ്ട് എന്ന് കൊടുത്തു. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ. ഇതിനെ കോൾ ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, സർവീസ് ക്ലാസ്സിൽ പോയിട്ട് ഇൻക്രിമെൻറ്റ് കൗണ്ടറിനെ കോൾ ചെയ്യണം. ഓക്കെ, ദെൻ വി ഹാവ് ടു പാസ് ദ കറണ്ട് കൗണ്ടർ. ആൻഡ് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു ഗോ ടു ഇൻറ്റ്, നമുക്ക് എവിടെ വേണം, ഡിക്രിമെൻറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിക്രിമെൻറ്റ് കൗണ്ടർ എന്നെഴുതി ദെൻ പാസ് ചെയ്യേണ്ട വാല്യൂ ഇൻറ്റ് current counter. Okay, then that is going to return underscore service class dot decrement counter. And what is the issue here, in can't be returned because that is nullable. Okay, then ഇനി നമുക്ക് ഇതാണ് നമ്മളുടെ ഏത് ക്ലാസ്, നമ്മളുടെ റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ റെപ്പോസിറ്ററി ക്ലാസ്. ഇനി നിങ്ങൾക്ക് നമ്മളിവിടെ സർവീസ് ക്ലാസ്സിൽ നള്ളബിലിറ്റിയെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ നള്ളബിലിറ്റിയൊക്കെ ഒഴിവാക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആൻഡ് യു ക്യാൻ റിട്ടേൺ, ഇവിടെ നമുക്ക് കറണ്ട് കൗണ്ട് എന്ത് ചെയ്താൽ മതി, കൗണ്ടറിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്താൽ മതി. ആൻഡ് കൗണ്ടർ റെപ്പോസിറ്ററിയിൽ യു ക്യാൻ ഓൾസോ റിമൂവ് ദിസ് തിങ് ഫ്രം ഹിയർ.
ഓക്കെ, ഐ തിങ്ക് നമുക്ക് നള്ളബിലിറ്റിയുടെ പോസിബിലിറ്റി ഇവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വ്യൂ മോഡൽ വേണം. വ്യൂ മോഡൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? വ്യൂ മോഡൽ ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ യുവർ UI ആൻഡ് യുവർ സർവീസ് ക്ലാസ് ആണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് റെപ്പോസിറ്ററി വന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി റെപ്പോസിറ്ററിയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ആരായിരിക്കും? വ്യൂ മോഡലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? കൗണ്ടർ വ്യൂ മോഡൽ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. counter_വ്യൂ മോഡൽ. ഓക്കെ, ആൻഡ് ഇതിനകത്ത് എന്തുണ്ടായിരിക്കും? യു ഹാവ് എ ക്ലാസ് കോൾഡ് കൗണ്ടർ വ്യൂ മോഡൽ. ആൻഡ് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഓർത്തിട്ടുണ്ടായിരിക്കും, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ ആയിരിക്കും വരുന്നത്? ഈ പറയുന്ന വ്യൂ മോഡലിലായിരിക്കും വരുന്നത്. ഇവിടുത്തെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്തായിരിക്കും? ഇവിടെ നമുക്ക് എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? നമ്മളുടെ കൗണ്ടർ വാല്യൂ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഒബ്വിയസ്ലി ഈ വേരിയബിൾ അപ്പാവും. അതനുസരിച്ച് നമ്മൾ UI എന്ത് ചെയ്യണം? ഇൻക്രിമെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ UIയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം. അവിടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുക സെറ്റ് സ്റ്റേറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ വി ആർ നോട്ട് ഗോയിങ് ടു യൂസ് എ സെറ്റ് സ്റ്റേറ്റ്, വി ആർ ഗോയിങ് ടു യൂസ് പ്രൊവൈഡർ ഫോർ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വേണം? ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? ചേഞ്ച് നോട്ടിഫയർ ക്ലാസ് എന്നായിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ഫ്രം ചേഞ്ച് നോട്ടിഫയർ. Okay, that is coming from either from Cupertino or from Material. Okay, and automatically അത് ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? കൗണ്ടർ മോഡലിൻ്റെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു കൗണ്ട് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ കൗണ്ടർ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനാണ് നമ്മൾ മോഡൽ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് വേണം? റെപ്പോസിറ്ററിയുമായിട്ടാണ് ആര് ഇൻട്രാക്ട് ചെയ്യാൻ പോകുന്നത്? ഈ കൗണ്ടർ വ്യൂ മോഡൽ ഇൻട്രാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻസ്റ്റൻസ് വേണം. സോ ലെറ്റ്സ് ക്രിയേറ്റ് ദ അറ്റ് ഇൻസ്റ്റൻസസ്. counter view model, no, counter model underscore, we call it as counter. That is a private instance ആണ്. Then counter model. Okay, then the value എന്ന് പറയുന്നത്, കൗണ്ട് എന്ന് പറയുന്നത് ഇനീഷ്യലി ഞാൻ എന്ത് ചെയ്തു? 0 പാസ് ചെയ്തു. ബിക്കോസ് നമ്മൾ അവിടെ റിക്വയർഡ് പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിലും നോ എറേഴ്സ്, ബിക്കോസ് നമ്മളൊരു ഡീഫോൾട്ട് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് അടുത്തത് വേണ്ടത് എന്താണ്? ഫൈനൽ കൗണ്ടർ റെപ്പോസിറ്ററി അണ്ടർസ്കോർ റെപ്പോസിറ്ററി ഈക്വൽ ടു കൗണ്ടർ റെപ്പോസിറ്ററി. ഓക്കെ, നൗ വി ഹാവ് ടു, ഓൾ ദീസ് ആർ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഓർ പ്രൈവറ്റ് ഇൻസ്റ്റൻസുകളായതുകൊണ്ട് യു നീഡ് ടു ഹാവ് ഗെറ്റേഴ്സ്. സോ ഇൻറ്റ് ഗെറ്റ് കൗണ്ട്. ഓക്കെ, ഗെറ്ററും സെറ്ററും അറിയാമെന്ന് വിചാരിക്കുന്നു. ദെൻ കൗണ്ടർ ഡോട്ട് കൗണ്ട്. ഓക്കെ, ഇതെവിടെ നിന്ന് വന്നതാ? കൗണ്ട് ഗെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? കൗണ്ടർ ഇൻസ്റ്റൻസ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ കൗണ്ടർ മോഡൽ പ്രകാരമുള്ള കൗണ്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ ഒരേ ഒരു വാല്യൂ ഉള്ളൂ. ആ മോഡൽ ക്ലാസ്സിൽ ഒരേ ഒരു പ്രോപ്പർട്ടി ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും? അതിലെ കൗണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടേണ്ടത്. അതാണ് ഞാനിവിടെ എന്ത് ചെയ്തത്? കൗണ്ടർ ഡോട്ട് കൗണ്ട് എന്ന് എഴുതിയത്. ഓക്കെ, ഇത് ഗെറ്റർ ആയതുകൊണ്ടാണ് എന്ത്? അതിലൊരു പ്രോപ്പർട്ടീനെ കോൾ ചെയ്യാൻ, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടാണ് ഞാനൊരു ഗെറ്റർ എഴുതിയത്. ഇനി ഇതേപോലെ നമുക്ക് എന്ത് വേണം? ഇനി ഇൻക്രിമെൻറ്റ് മെത്തേഡ് എഴുതണം. സോ നമുക്കത് സെറ്ററാണ്. നമ്മൾ അവിടുന്ന് UIയിൽ നിന്നും ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വി നീഡ് ടു സെറ്റ് എ വാല്യൂ. ഏത് വാല്യൂ? ഇവിടെ ഈ ലോജിക്കാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? വി നീഡ് ടു റൈറ്റ് എ സെറ്റർ ഹിയർ, void increment. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം? ആരെ വിളിക്കണം? കൗണ്ടർ ഡോട്ട് കൗണ്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു, നമുക്ക് ഡയറക്റ്റ് പോയിട്ട് സർവീസ് ക്ലാസ്സിൽ പോയി സെറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യണം? റെപ്പോസിറ്ററിയെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ റെപ്പോസിറ്ററിയുടെ ഇൻസ്റ്റൻസിനെ കോൾ ചെയ്തു. റെപ്പോസിറ്ററി ഡോട്ട് ഇൻക്രിമെൻറ്റ് കൗണ്ടർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് ഈസ് എ കറണ്ട് വാല്യൂ? എന്താണ് കൗണ്ടറിൻ്റെ കറണ്ട് വാല്യൂ? നമുക്ക് എന്തായിരിക്കും? നമ്മളുടെ അണ്ടർസ്കോർ കൗണ്ടർ ഡോട്ട് കൗണ്ട് ആണെന്ത്? കറണ്ട് വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദിസ്, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇത് ഒരു ആക്ഷൻ നടന്നു, ഇൻക്രിമെൻ്റ് ആയി, നമ്മളുടെ UI അത് അറിയണം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു നോട്ടിഫൈ. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ആരെ കോൾ ചെയ്യാം? യു ക്യാൻ കോൾ ദിസ് നോട്ടിഫൈ ലിസണേഴ്സ്. ഓക്കെ, ഒരു കാര്യം ചെയ്തു. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വി നീഡ് ടു ഡിക്രിമെൻറ്റ് ദ കൗണ്ടർ, void decrement. Then
ഇവിടെ നമുക്ക് എന്ത് വേണം, ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് വേണ്ടത് അണ്ടർസ്കോർ കൗണ്ടർ ഡോട്ട് കൗണ്ട് ഈക്വൽ ടു റെപ്പോസിറ്ററിയിൽ പോയിട്ട് റെപ്പോസിറ്ററി ഡോട്ട് ഡിക്രിമെൻറ്റ് കൗണ്ടർ ആൻഡ് വാട്ട് ഈസ് എ കറണ്ട് വാല്യൂ counter dot count. Okay, after this we need to notify, this is another action, so you need to notify the listeners. Okay, and these are the methods. We haven't wrote the reset method, and just രണ്ട് method എഴുതിയിട്ടുള്ളൂ. You can try the reset method. Okay, then ഇത്രയാണ് നമ്മളുടെ എന്ത് ആക്ച്വലി നമ്മളുടെ എന്ത് ഈ പറയുന്ന MVVMലെ എന്ത് നമ്മൾ ഡിഫറെൻറ്റ് കമ്പോണൻസ് എന്ന് പറയുന്നത്. വൺ മോർ ഇസ് ദാറ്റ് ഈസ് യുവർ വ്യൂ ആൻഡ് ദാറ്റ് യു ഓൾറെഡി നോ ഹൗ ടു ക്രിയേറ്റ് ദ വ്യൂ എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ നോക്കേണ്ടത്, നമ്മളിവിടെ സ്റ്റേറ്റ് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, പ്രൊവൈഡർ വെച്ചിട്ടാണ്. സോ യു ഹാവ് ടു യൂസ് ദാറ്റ് പ്രൊവൈഡർ ഹിയർ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഫ്ലട്ടർ പബ് ആഡ് പ്രൊവൈഡർ. ഓക്കെ, and that will add that provider package to your pub spec and you got that provider, then you can pub get this thing. Now ഇനി എന്ത് ചെയ്യണം, കൗണ്ടർ വ്യൂ മോഡലിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രൊവൈഡർ ഉപയോഗിച്ച് നമുക്ക് ഈ പറയുന്ന ഫങ്ഷനാലിറ്റി എന്ത് ചെയ്യണം, നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ, നമ്മൾ പ്രൊവൈഡർ ആഡ് ചെയ്തു. ഇനി നമുക്ക് വേണ്ട എന്താണ്, പ്രൊവൈഡർ നമുക്കറിയാം നമുക്ക് എന്ത് വേണം, മെയിൻ ഡോട്ടിൽ വന്നിട്ട് now it is actually returning what, it's returning a run app return ചെയ്യുന്നുണ്ട്. my appനെ കോൾ ചെയ്തു and this is going to return your, I'm going to call this as multi provider. Actually ഇവിടെ ഒരു പ്രൊവൈഡറേ ഉള്ളൂ and you can pass a list of providers here and future maybe large applications ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാക്കും, multiple providers ഉണ്ടാക്കും. and you are not familiar with provider, you can watch my own video or you can watch any other video, better understanding providerനെ കിട്ടണമെന്നുണ്ടെങ്കിൽ. so ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, you can call change notify provider, then and this is going to create what, counter view model. Okay, and if you have another provider you can put that providers here. and provider ഒരു ഇൻഹെറിറ്റഡ് വിഡ്ജറ്റ് ആണ്. നിങ്ങൾ ഏത് പ്രൊവൈഡറിനെയാണോ, ദാറ്റ് മീൻസ് ഏത് പ്രൊവൈഡറാണ് ദാറ്റ് ലോജിക് അല്ലെങ്കിൽ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത് അയാളാണ് പ്രൊവൈഡേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇവിടെ പാരൻ്റ് റൂട്ട് എലമെൻറ്റിൽ കൊണ്ട് ഇത് പാസ് ചെയ്തുകൊണ്ട് ഇത് ഓൾ ട്രീയിൽ എന്ത് ചെയ്യും, ഇൻഹെറിറ്റ് ചെയ്ത് പോകും. എവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൗണ്ടർ വ്യൂ മോഡലിൽ അല്ലെങ്കിൽ ഇവിടെ ഈ ലിസ്റ്റിലുള്ള പ്രൊവൈഡേഴ്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാം. അതാണ് ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ചൈൽഡ്, നമുക്ക് മൾട്ടി പ്രൊവൈഡറേ ഉള്ളൂ, ഇതിൻ്റെ ചൈൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ ഒരു കോമ ഇട്ടിട്ട് യു ക്യാൻ കോൾ ദ ചൈൽഡ് ദാറ്റ് ഈസ് യുവർ മെറ്റീരിയൽ ആപ്പ്. ഓക്കെ, മെറ്റീരിയൽ ആപ്പിൻ്റെ ഹോമായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഐ എം ഗോയിങ് ടു കോൾ എ ക്ലാസ് കൗണ്ടർ വ്യൂ എന്ന് പറയുന്നൊരു ക്ലാസ്സിനെ കോൾ ചെയ്തു. ആൻഡ് വി ഹാവ് ഇൻ ക്രിയേറ്റഡ് ദിസ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ഹാവ് ടു ക്രിയേറ്റ് ഇൻസൈഡ് യുവർ വ്യൂ. സോ കം ഹിയർ, then you can create a view counter underscore view. Okay, and here is actually your logic resides. So you can import material and you can create a stateless widget that is counter view, and this is going to return a scaffold. Okay, then ഇതിൻ്റെ സെൻറ്ററിൽ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ബാർ കൊടുക്കാം, ആപ്പ് ബാർ, and I'm going to call the default app bar the title and text എന്ന് പറയുന്നത് counter MVVM എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, and the body, scaffoldൻ്റെ body എന്ന് പറയുന്നത് let me call a center widget. then inside that center widget I'm going to use a consumer. that means അവിടെ പാസ് ചെയ്ത പ്രൊവൈഡറിനെ, ഏത് പ്രൊവൈഡറിനെയാണോ നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യേണ്ടത് അതുപയോഗിച്ച് എന്താണോ ബിൽഡ് ചെയ്യേണ്ടത് അതാണ് കൺസ്യൂമർ ചെയ്യുന്നത്. അപ്പോൾ ഏത് പ്രൊവൈഡറിനെയാണ് കൺസ്യൂം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. ഏതായിരിക്കും കൺസ്യൂം ചെയ്യേണ്ടത്, കൗണ്ടർ വ്യൂ മോഡലിനെയാണ് കൺസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അങ്ങനെ കൺസ്യൂം ചെയ്യുന്ന അതുപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ബിൽഡ് സംതിങ് ആൻഡ് ടേക്ക് എ ലുക്ക് അറ്റ് ഹിയർ. ഫസ്റ്റ് പാരാമീറ്റർ ഒബ്വിയസ്ലി കോണ്ടെക്സ്റ്റ് ആണ്. രണ്ടാമത്തെ പാരാമീറ്റർ ദിസ് ഫോർ സിംപ്ലിസിറ്റി, what is a model you passed here, and you can
പാസ് ദാറ്റ്, അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ എന്ത് ചെയ്യാം, പാസ് ചെയ്യാം. ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ പേര് കൊടുക്കാം, അല്ലെങ്കിൽ വ്യൂ മോഡലിന് സ്മോൾ ലെറ്ററിൽ കൊടുക്കാം. ദ തേർഡ് പാരാമീറ്റർ ഈസ് ചൈൽഡ് ആൻഡ് ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ. ഇതാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ. ഇവിടെ നമുക്ക് എന്ത് വേണം, നമുക്ക് വേണ്ടത് ഒരു കോളം വിഡ്ജറ്റാണ്. ബിക്കോസ് താഴോട്ട് എലമെൻറ്റ്സ് വരാണ്ട്, ബട്ടൺസ് വരാണ്ട്, അങ്ങനത്തെ കാര്യമൊക്കെ വേണം. സോ ചിൽഡ്രൻ. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ്. ഓക്കെ, എന്തായിരിക്കും ടെക്സ്റ്റ്, എന്താണ് കൗണ്ട് എന്ന് പറയുന്നത്, കൗണ്ട്. ഓക്കെ, ദെൻ ജസ്റ്റ് സ്റ്റൈൽ ചെയ്യാം, സ്റ്റൈൽ ടെക്സ്റ്റ് സ്റ്റൈൽ, കളർ ഈസ് ബ്ലാക്ക്. ഓക്കെ, സൈസ് എന്ന് പറയുന്നത് ഫോണ്ട് സൈസ് ഒരു 18 ഫോണ്ട് സൈസ് കൊടുത്തു. ഓക്കെ, ദെൻ ആഫ്റ്റർ ദിസ് ഐ നീഡ് one more thing is the and you know there is new spacer widget here. ഇവിടെ വന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രോസ് ആക്സിസ് അലൈൻമെൻറ്റ്, vertical key, what is that widget, const, I think there is a fixed space, something like that. No, in new Flutter there is spacing widget. Default ആയിട്ട് കോളത്തിൽ റോളിക്കും സ്പേസിങ് വിഡ്ജറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ, മേ ബി എൻ്റെ ഫ്ലട്ടർ പഴയതായതുകൊണ്ടാണെന്ന് അറിയില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സ്പേസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്പേസ് ആഡ് ചെയ്യാം. അനദർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വാട്ട് ഈസ് ദ വാല്യൂ, വാട്ട് ഈസ് ദ കറണ്ട് വാല്യൂ ഓഫ് ദ കൗണ്ടർ, ഹൗ ഡു യു ഗെറ്റ് ദാറ്റ് വാല്യൂ. യു ക്യാൻ ഗെറ്റ് ദ വാല്യൂ ഫ്രം യുവർ വ്യൂ മോഡൽ. വ്യൂ മോഡലിൽ ഈ കൗണ്ട് ഇൻസ്റ്റൻസിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, വാട്ട് ഈസ് എ കറണ്ട് വാല്യൂ ഓഫ് കൗണ്ടർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ കോൾ ചെയ്യേണ്ടത് ആരെയാണ്, വ്യൂ മോഡലിൽ വന്നിട്ട് ഐ എം ഗോയിങ് ടു കോൾ counter view model, that is what we wrote here, counter view model dot count. Okay, and you will get the value. Then ഇനി നമുക്ക് വേണ്ട എന്തായിരിക്കും, I am going to add a sized box here because we are going to add some buttons here. Height ഒരു 20 കൊടുത്തു. Then after this let me add a row widget and children. Then first one is you can have an elevated button here, elevated button. First elevated button നമുക്ക് എന്ത് വേണം, one is for incrementing or you can use floating action button. Elevated button on pressൽ നമ്മൾ എന്ത് ചെയ്യണം, increment button, and you can have a text here that is increment. Then same thing, and this is for decrement. Okay, then first buttonൽ ഇതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരണമെങ്കിൽ you can use a sized box with a width because that is a row. Okay, let me have a row here, and inside that row you can have width. Okay, then inside this first elevated button ആരെയായിരിക്കും നമ്മൾ വിളിക്കേണ്ടി വരിക, ഇതിൻ്റെ ഓൺ പ്രസ്സിനകത്ത് we are going to call counter view model dot increment. Okay, very simple. Then ഇവിടെ ഇതിന് പകരം ആരെ കോൾ ചെയ്യണം, you can call counter view model dot decrement, and obviously this will trigger ഇതെന്തായിരിക്കും സംഭവിക്കുക, കൗണ്ടർ വ്യൂ മോഡലിൽ ഇതാണ് നമ്മുടെ കൗണ്ടർ വ്യൂ മോഡൽ, ഇൻക്രിമെൻറ്റിനെ കോൾ ചെയ്തു. what is that, ഇൻക്രിമെൻറ്റിനെ കോൾ ചെയ്തു. ഇൻക്രിമെൻറ്റ് എന്ത് ചെയ്യും, റെപ്പോസിറ്ററിയിലെ ഇൻക്രിമെൻറ്റ് കൗണ്ടറിനെ കോൾ ചെയ്യും, റെപ്പോസിറ്ററിയിലെ ഇൻക്രിമെൻറ്റ് കൗണ്ടറിനെ കോൾ ചെയ്യും. അവിടുന്ന് നമ്മൾ പാരാമീറ്റർ പാസ് ചെയ്തിട്ടുണ്ട്, വാട്ട് ഈസ് എ കറണ്ട് വാല്യൂ, ആൻഡ് ഇയാൾ എന്ത് ചെയ്യും, സർവീസ് ക്ലാസ്സിനകത്ത് പോയിട്ട് ഇൻക്രിമെൻറ്റ് കൗണ്ടറിനെ കോൾ ചെയ്യും. ഓക്കെ, നൗ തിരിച്ച് വിളിച്ച ആൾക്ക് എന്ത് ചെയ്യും, ആരാണോ വിളിച്ചത് അവർക്കൊക്കെ ഈ തിരിച്ച് വാല്യൂ എന്ത് ചെയ്യുന്നുണ്ടാവും, റിട്ടേൺ ചെയ്ത്, ഇവിടെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ റിട്ടേൺ ചെയ്ത് കൊടുക്കും. ദെൻ അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് ആ വാല്യൂ തിരിച്ച് പാസ് ചെയ്ത് കൊടുക്കും. ആക്ച്വലി ലിറ്ററലി ആർക്ക് എന്ത് കിട്ടും, കൗണ്ടർ വ്യൂ മോഡലിന് എന്ത് കിട്ടും, ഇങ്ങോട്ട് സെറ്റ് ചെയ്യും, എവിടെ കൗണ്ടറിലേക്ക് ഈ വാല്യൂ സെറ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ പുതിയ വാല്യൂ ആയിരിക്കും എവിടെ വരുന്നത്, കൗണ്ടിൽ വരുന്നത്. ഓക്കെ, നമ്മൾ എന്താ കോൾ ചെയ്തേക്കുന്നത്, നമ്മൾ യു ഐയിൽ കോൾ ചെയ്തത് എന്താണ് കറണ്ട് വാല്യൂ എന്നുള്ളത്, കൗണ്ടിനെ കോൾ ചെയ്തു. എവറി ടൈം ഈ പറയുന്ന ആക്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, നോട്ടിഫൈ ലിസണേഴ്സ് ഹാപ്പൻ ചെയ്യും.
ആൻഡ് ദിസ് ഈസ് വാട്ട് ഇവിടെ നടക്കുന്ന കാര്യം. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദിസ് തിങ് ആൻഡ് ദ ഫ്ലോ ഓഫ് MVVM എന്നുള്ളത്. ഓക്കെ, നൗ ഇനി നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ മെയിൻ ഡോട്ട് ഡാട്ടിലൊരു എറർ ഉണ്ട്. വാട്ട് ഈസ് എറർ? ആൻഡ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, നൗ ലെറ്റ്സ് റീഫോർമാറ്റ് ദ കോഡ്. നൗ യു ക്യാൻ ലെറ്റ് മീ റൺ ദ ആപ്പ്. ഓക്കെ, നമ്മൾ ആപ്പ് റൺ ചെയ്യാനായിട്ട് കൊടുത്തു. എന്താണ് വരിക നോക്കാം, നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ വരുന്നുണ്ടോ നോക്കാം. ഓക്കെ, ആൻഡ് ഇറ്റ്സ് റണ്ണിങ്. ആൻഡ്രോയിഡ് പാർട്ടാണ് ഞാൻ റൺ ചെയ്യുന്നത്. ആൻഡ് ഇഫ് യു ആർ ആൻ സിമുലേറ്റർ, iOS സിമുലേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റൺ ചെയ്യാം. ഓക്കെ, ആക്ച്വലി ഐ ഹാവ് എ മാക് മെഷീൻ, ബട്ട് ഇഷ്യൂ ഇസ് ദാറ്റ് ഞാൻ അതിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസൊല്യൂഷൻ എനിക്കൊരു 4K കിട്ടുന്നില്ല. അപ്പോൾ അതെന്താണെന്ന് ആക്ച്വലി എങ്ങനെ അത് ചെയ്യാമെന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുള്ളൂ. ഞാൻ ഉപയോഗിക്കുന്നത് മാക് മിനിയാണ്. മോണിറ്റർ എന്ന് പറയുന്നത് 4K അല്ലാത്തതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ OBS ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ ക്ലാരിറ്റി കിട്ടുന്നില്ല. ഇതിൽ ചെയ്യുന്ന അത്ര ക്ലാരിറ്റിയിൽ അത് റെക്കോർഡ് ആവുന്നില്ല. പിന്നെ ഇപ്പോൾ അതിനകത്ത് ഫൈനൽ കട്ടൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റിൽ ഐ ആം യൂസിങ് ദ വിൻഡോസ് മെഷീൻ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, MVVM ചെയ്യുന്നത്. ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ആപ്പ് ടു ബി ലോഡഡ് ഹിയർ. ആൻഡ് ഐ ഹാവ് സം എറേഴ്സ് ഹിയർ, ഇറ്റ്സ് സം വാർണിങ്സ്. ഓക്കെ, നൗ ലെറ്റ്സ് വെയിറ്റ്, ഇറ്റ്സ് ലോഡിങ്. ഓക്കെ, ആപ്പ് നമുക്ക് ലോഡായി വരുന്നുണ്ട്. ആൻഡ് ലെറ്റ് മീ ഇൻക്രീസ് ദ സൈസ് എ ബിറ്റ്. ഐ ഹോപ്പ് യു ക്യാൻ സീ. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ UI ഒന്ന് വൃത്തിയാക്കാം. ഓക്കെ, കൗണ്ടർ വ്യൂ മോഡലിൽ വന്നു. ആൻഡ് ലെറ്റ് മീ ഗീവ് എ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് center. Okay, and inside the column you can give a main axis alignment center. Okay, now everything is center, and the style for this counter value is actually, and style, text style, color is actually let me give a white color. And the font size എന്ന് പറയുന്നത് 20 font size കൊടുത്തു. And this is also white. Okay, for more visibility I'm going to give the scaffold background color as color of 0xff2e2e2e. Okay, now you can see this. Let me click the increment button. Now you can see it's incremented 1 2 3 4 5. And if you click here, okay, and it's 0, it's not going to decrement afterwards. ഈ 0 കഴിഞ്ഞിട്ട് താഴോട്ട് പോകുന്നില്ല. ആൻഡ് ഓക്കെ, ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് പ്രോപ്പർലി. ഓക്കെ, നമ്മളുടെ MVVM എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് യു ക്യാൻ സീ ഇൻസൈഡ് യുവർ വ്യൂ ദർ ഇസ് നോ ലോജിക് ആൻഡ് നോ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് തിങ്, നോ സെറ്റ് സ്റ്റേറ്റ്. എവറിത്തിങ് ഈസ് isolated to some other components. And this type of coding is actually easy to maintain, easy to manage, and it is scalable, testable. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് ഓക്കെ ആയിരിക്കും. ബട്ട് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ഫയൽസും ആ സിമ്പിൾ കൗണ്ടർ ആപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മൾ കുറേ ഫയൽസും ഫോൾഡേഴ്സും ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ദിസ് ഇസ് എ പ്രോപ്പർ വേ ഐ തിങ്ക്. ആൻഡ് നോർമലി ഞാൻ പ്രൊവൈഡറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നോർമലി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി ഇത് ഫീച്ചർ വൈസ് ആക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക, ലെറ്റ് മീ ക്രിയേറ്റ് അനദർ ഫോൾഡർ കോൾഡ് ഫീച്ചേഴ്സ്. ഓക്കെ, then inside that I am going to create another folder called counter. Okay, and I'll move everything inside this counter. എല്ലാതും ഞാൻ എന്ത് ചെയ്യും, ഈ കൗണ്ടർ ഫീച്ചറിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. ലൈക്ക് ദിസ്, മൂവ്. Okay, and you have some errors because ഇവിടെ നമ്മളുടെ ഇമ്പോർട്ടൊക്കെ എന്തായിരിക്കും, it's not proper. Let me remove this thing and import it again. Okay, now it is okay. Inside this view there is an import error because നമ്മൾ അത് മൂവ് ചെയ്യിച്ചപ്പോൾ ആ ഒരു പ്രോപ്പറായിട്ട് ആ റീഫാക്ടറിങ് നടക്കാത്തതുകൊണ്ടാണ്. ഇൻസൈഡ് ദ വ്യൂ മോഡൽ you can remove everything from here, I mean the errors. And you need to import your model first, then you need to import your repository. Okay, now inside the main.dot the counter view model is actually coming from your counter folder. Okay, now everything is same. And let me reboot the app and you will get the value as it is, like, okay, increment, decrement, increment,
and decrement. And what is the advantage of this thing? And inside the features folder you have another feature. Suppose വേറെ എന്തെങ്കിലും ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ അത് അടുത്ത അതർ ഫീച്ചറായിട്ട് വരും. ഇൻസൈഡ് ദാറ്റ് എഗെയിൻ ദിസ് ഫോൾഡർ സ്ട്രക്ചർ ഫോളോ ചെയ്യും. അപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് കൗണ്ടറുമായി ബന്ധപ്പെട്ടൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ MVVM ആർക്കിടെക്ചറിൻ്റെ ഫോൾഡർ സ്ട്രക്ചർ എന്ന് പറയുന്നതും MVVM ആർക്കിടെക്ചർ ഉപയോഗിച്ചൊരു സിമ്പിൾ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്നതും. ആൻഡ് ദിസ് ഈസ് എ ബേസ്. And if you are comfortable with this thing, what is a folder structure, what are things are coming inside, what are things are included inside each files, then you can move forward. Gradually നിങ്ങൾക്ക് എന്ത് ചെയ്യാം, you can move forward to the complex things. And ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു API വെച്ചിട്ട് ഈ ഒരു കാര്യം എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമായിരിക്കും നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നോക്കുന്നത്. എന്ന് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞാനൊരു അങ്ങനത്തെ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു, എസ്പെഷ്യലി ഫോർ ബിഗിനേഴ്സ്. ആൻഡ് ഇഫ് യു ഹാവ് എനി സജഷൻസ് ആൻഡ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്, കോഡ് ഇംപ്രൂവ്മെൻറ്റ്, യു ക്യാൻ ഒബ്വിയസ്ലി കമൻറ്റ് ചെയ്യാം. അത് ക്രിറ്റിസിസംസ് ആവാം, എനിത്തിങ് വാട്ട് എവർ ഇറ്റ് ഈസ്. ആൻഡ് മേ ബി നമുക്ക് ലേൺ ചെയ്യാമല്ലോ പുതിയ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി റൈറ്റ് സംതിങ് ഓൺ ദ കമൻറ്റ് ബോക്സ്. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ദ വീഡിയോ. ദെൻ ഒബ്വിയസ്ലി ഷെയർ ചെയ്യണം. ആൻഡ് ഐ എം എക്സ്പെക്ടിങ് യുവർ സപ്പോർട്ട്. ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. ഞാനൊരു വീഡിയോ ചെയ്തിട്ട് കുറേ ആയി. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ചാനലിലുണ്ട്. വ്യൂസൊക്കെ കുറവാണ്, സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ കമൻറ്റ് ബോക്സിൽ വരാം, അതല്ലെങ്കിൽ ടെലഗ്രാം ചാനൽസ് ഉണ്ട്, അതല്ലെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ അപ്പോൾ എൻജോയ് ചെയ്യുക. ഹാപ്പി കോഡിങ്. ഓക്കെ, സി യു, ബൈ.